എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന PSC പരീക്ഷകൾക്കായിട്ട് തിരഞ്ഞെടുത്ത 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ സി ഇരവികുളം. ഇരവികുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടി ഈ ദേശീയോദ്യാനത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ പ്രധാന സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഇരവികുളം ദേശീയോദ്യാനം. മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏതാണ്? മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏതാണ്? ഓപ്ഷൻ ബി തട്ടേക്കാട്. തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം. ഇന്ത്യയിലെ പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ സങ്കേതം ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എന്നും വിളിക്കപ്പെടുന്നു. സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം? സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം? ഓപ്ഷൻ ബി 1984. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 1984 പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സൈലന്റ് വാലി അപൂർവമായ സിംഹവാലൻ കുരങ്ങുകളുടെ പ്രധാന ആവാസ കേന്ദ്രമാണ്. തന്നിട്ടുള്ളവയിൽ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമല്ലാത്ത വന്യജീവി സങ്കേതം? തന്നിട്ടുള്ളവയിൽ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗം അല്ലാത്ത വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ ബി ചിന്നാർ. ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും തമിഴ്നാട്ടിൻ്റെ ചില ഭാഗങ്ങളിലും കൂടുതൽ തെക്കായി സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമല്ല ചിന്നാർ വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത്? ഓപ്ഷൻ ബി മുതലമട. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്താണ് മുതലമട ഗ്രാമപഞ്ചായത്ത്. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ഓപ്ഷൻ ഡി ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ആയിരുന്നു. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറിയാണ് ഇന്നത്തെ പെരിയാർ വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? കേരള വന നിയമം 1961, സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകരിച്ച വർഷം 1994, കേരള വൃക്ഷ സംരക്ഷണ നിയമം 1986, കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം 1998. തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് രൂപീകരിച്ച വർഷം 1994 എന്ന പ്രസ്താവനയാണ് തെറ്റായത്. 2005 സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകരിച്ചത്. തന്നിരിക്കുന്നവയിൽ ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിതവനം ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിതവനം ഏതാണ്? ഓപ്ഷൻ സി പൂയംകുട്ടി. തന്നിരിക്കുന്നവയിൽ പൂയംകുട്ടിയാണ് ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിതവനം. എറണാകുളം ജില്ലയിലാണ് പൂയംകുട്ടി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷിസങ്കേതം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷിസങ്കേതം തട്ടേക്കാട്. തട്ടേക്കാട് പക്ഷിസങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷിസങ്കേതം. എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ചെറിയ പക്ഷിസങ്കേതം ഏതാണ്? തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ ചെറിയ പക്ഷിസങ്കേതം ഏതാണ്? ഓപ്ഷൻ ബി മംഗളവനം. തന്നിരിക്കുന്നവയിൽ മംഗളവനമാണ് കേരളത്തിലെ ചെറിയ പക്ഷിസങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷിസങ്കേതമാണ് മംഗളവനം. കേരളത്തിലെ ആദ്യത്തെ പക്ഷിസങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പക്ഷിസങ്കേതം? ഓപ്ഷൻ എ തട്ടേക്കാട്. തട്ടേക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷിസങ്കേതം. തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി? തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ സി പെരിയാർ. തട്ടേക്കാട്
പക്ഷിസങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പെരിയാർ. പക്ഷിപാതാളം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. പക്ഷിപാതാളം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ ബി വയനാട്. വയനാട് ജില്ലയിലാണ് പക്ഷിപാതാളം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത്. 2 ജില്ലകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷിസങ്കേതം. തന്നിരിക്കുന്നവയിൽ 2 ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷിസങ്കേതം ചൂലന്നൂർ. തന്നിരിക്കുന്നവയിൽ ചൂലന്നൂർ പക്ഷിസങ്കേതമാണ് 2 ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷിസങ്കേതം. പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലായിട്ടാണ് ചൂലന്നൂർ പക്ഷിസങ്കേതം അല്ലെങ്കിൽ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഓപ്ഷൻ സി കുമരകം പക്ഷിസങ്കേതം. കുമരകം പക്ഷിസങ്കേതമാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷിസങ്കേതം. കോട്ടയം ജില്ലയിലാണ് കുമരകം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷുകാരനായ ജോർജ് ആൽഫ്രഡ് ബേക്കർ വികസിപ്പിച്ചെടുത്ത ഭൂമിയായതിനാലാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഓപ്ഷൻ ബി കടലുണ്ടി പക്ഷിസങ്കേതം. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് കടലുണ്ടി പക്ഷിസങ്കേതമാണ്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിൽ കടലുണ്ടി പുഴ അറബിക്കടലിൽ ചേരുന്ന ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ്. എന്നാൽ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ്. എന്നാൽ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഓപ്ഷൻ സി തൂതപ്പുഴ. തൂതപ്പുഴയാണ് സൈലന്റ് വാലിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദി. കുന്തിപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ്. ലോകബാങ്ക് സഹായത്തോടെയുള്ള BCRLIP ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് റൂറൽ ലൈവ്ലിഹുഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന പദ്ധതി നടപ്പിലാക്കിയ വന്യജീവി സങ്കേതം. ലോകബാങ്ക് സഹായത്തോടെയുള്ള BCRLIP ബക്കർലിപ്പ് എന്ന പദ്ധതി നടപ്പിലാക്കിയ വന്യജീവി സങ്കേതം ഓപ്ഷൻ സി പെരിയാർ. പെരിയാർ വന്യജീവി സങ്കേതമാണ് ലോകബാങ്ക് സഹായത്തോടെയുള്ള BCRLIP എന്ന പദ്ധതി നടപ്പിലാക്കിയ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എവിടെയാണ്? കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എവിടെയാണ്? ഓപ്ഷൻ സി നെയ്യാർ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് നെയ്യാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കർണാടകയിലെ ബന്ദിപ്പൂർ കടുവാ സങ്കേതം, തമിഴ്നാട്ടിലെ മുതുമലൈ വന്യജീവി സങ്കേതം എന്നിവയുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം. കർണാടകയിലെ ബന്ദിപ്പൂർ കടുവാ സങ്കേതം, തമിഴ്നാട്ടിലെ മുതുമലൈ വന്യജീവി സങ്കേതം എന്നിവയുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഓപ്ഷൻ ഡി മുത്തങ്ങ. കർണാടകയിലെ ബന്ദിപ്പൂർ കടുവാ സങ്കേതം, തമിഴ്നാട്ടിലെ മുതുമലൈ വന്യജീവി സങ്കേതം എന്നിവയുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം ഏതാണ്? ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം ഓപ്ഷൻ സി ചെന്തുരുണി. ചെന്തുരുണി വന്യജീവി സങ്കേതമാണ് ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം. ചെന്തുരുണി എന്ന വൃക്ഷത്തിൻ്റെ പേരിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത്. കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലൂടെ മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. തമിഴ്നാട്ടിലൂടെ മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഓപ്ഷൻ എ പറമ്പിക്കുളം. പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് തമിഴ്നാട്ടിലൂടെ മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. കേരളത്തിൻ്റെ ഭൂഭാഗത്താണെങ്കിലും തമിഴ്നാട്ടിലെ പൊള്ളാച്ചി വഴിയുള്ള റോഡിലൂടെ മാത്രമേ ഇവിടേക്ക് വാഹനങ്ങൾക്ക് എത്തിച്ചേരാനാകൂ. ഏഷ്യയിലെ ഏറ്റവും വലിപ്പം കൂടിയ തേക്ക് മരം കാണപ്പെടുന്ന വന്യജീവി സങ്കേതം. ഏഷ്യയിലെ ഏറ്റവും വലിപ്പം കൂടിയ തേക്ക് മരം കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഓപ്ഷൻ ബി പറമ്പിക്കുളം. ഏഷ്യയിലെ ഏറ്റവും വലിപ്പം കൂടിയ തേക്ക് മരം കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. നക്ഷത്ര ആമകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം. നക്ഷത്ര ആമകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഓപ്ഷൻ സി ചിന്നാർ വന്യജീവി സങ്കേതം. നക്ഷത്ര ആമകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ
വന്യജീവി സങ്കേതം? ആറളം വന്യജീവി സങ്കേതം വിഭജിച്ച് നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതം വിഭജിച്ച് നിലവിൽ വന്ന വന്യജീവി സങ്കേതം? ഓപ്ഷൻ സി കൊട്ടിയൂർ വന്യജീവി സങ്കേതം. കൊട്ടിയൂർ വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം വിഭജിച്ച് നിലവിൽ വന്ന വന്യജീവി സങ്കേതം. കണ്ണൂർ ജില്ലയിലാണ് ഈ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ചിമ്മിനി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ ബി തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയിലാണ് ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. 1984 ഈ വന്യജീവി സങ്കേതം സ്ഥാപിതമായത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ ഏത് വർഷമാണ് ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത്? പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ ഏത് വർഷമാണ് ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ എ 2010. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ 2010 ഒരു ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത്. കേരളത്തിൽ പെരിയാറിന് ശേഷം നിലവിൽ വന്ന രണ്ടാമത്തെ കടുവാ സങ്കേതം കൂടിയാണിത്. കേരളത്തിലെ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ സി ആറളം വന്യജീവി സങ്കേതം. തന്നിരിക്കുന്നവയിൽ ആറളം വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം. കേരളത്തിലെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം. കേരളത്തിലെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി നെയ്യാർ വന്യജീവി സങ്കേതം. നെയ്യാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം. നദിയായി പരിഗണിക്കാനുള്ള കുറഞ്ഞ ദൂരം. നദിയായി പരിഗണിക്കാനുള്ള കുറഞ്ഞ ദൂരം എത്രയാണ്? ഓപ്ഷൻ ഡി 15 കിലോമീറ്റർ. 15 കിലോമീറ്ററാണ് നദിയായി പരിഗണിക്കാനുള്ള കുറഞ്ഞ ദൂരം. സഹ്യപർവ്വതത്തിലെ ഏത് ഭാഗത്താണ് പെരിയാറിൻ്റെ ഉദ്ഭവം? സഹ്യപർവ്വതത്തിലെ ഏത് ഭാഗത്താണ് പെരിയാറിൻ്റെ ഉദ്ഭവം? ഓപ്ഷൻ സി ശിവഗിരി മല. സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിലാണ് പെരിയാറിൻ്റെ ഉദ്ഭവസ്ഥാനം. കേരളത്തിൻ്റെ ജീവനാഡി പ്രാചീന കാലത്ത് ചൂർണി എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിൻ്റെ ജീവനാഡി ചൂർണി എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി? ഓപ്ഷൻ ഡി പെരിയാർ. പെരിയാർ നദിയാണ് പ്രാചീനകാലത്ത് ചൂർണി എന്നും കേരളത്തിൻ്റെ ജീവനാഡി എന്ന പേരിലും അറിയപ്പെടുന്ന നദി. കേരളത്തിൽ ഏത് 2 ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്? കേരളത്തിൽ ഏത് 2 ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്? ഓപ്ഷൻ ബി ഇടുക്കി എറണാകുളം. കേരളത്തിൽ ഇടുക്കി എറണാകുളം എന്നീ 2 ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. എന്നാൽ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. എന്നാൽ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദി? ഓപ്ഷൻ സി ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദി. 1ാം സ്ഥാനം പെരിയാറിനാണ്. ഭാരതപ്പുഴയുടെ ഉദ്ഭവസ്ഥാനം ആനമലയാണ്. താഴെ തന്നിരിക്കുന്ന ഏത് നദിയുടെ കൂടി ഉദ്ഭവസ്ഥാനമാണ് ആനമല? ഭാരതപ്പുഴയുടെ ഉദ്ഭവസ്ഥാനം ആനമലയാണ്. താഴെ തന്നിരിക്കുന്ന ഏത് നദിയുടെ കൂടി ഉദ്ഭവസ്ഥാനമാണ് ആനമല? ചാലക്കുടിപ്പുഴ. ഭാരതപ്പുഴയുടെ ഉദ്ഭവസ്ഥാനം ആനമലയിലാണ്. ചാലക്കുടി പുഴയുടെയും ഉദ്ഭവസ്ഥാനം ആനമല തന്നെയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ജില്ലയിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകാത്തത്? തൃശ്ശൂർ, മലപ്പുറം, വയനാട്, പാലക്കാട്. തന്നിരിക്കുന്നവയിൽ ഏത് ജില്ലയിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകാത്തത്? ഓപ്ഷൻ സി വയനാട്. വയനാട് ജില്ലയിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകാത്തത്. ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ ഇവ ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ്? ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ ഇവ ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ്? ഓപ്ഷൻ ഡി ഭാരതപ്പുഴ. ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ ഇവ ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ്. ഏത് നദിയുടെ പോഷക നദിയാണ് കുന്തിപ്പുഴ? ഏത് നദിയുടെ പോഷക നദിയാണ് കുന്തിപ്പുഴ? ഓപ്ഷൻ ബി തൂതപ്പുഴ. തൂതപ്പുഴയുടെ പോഷക നദിയാണ് കുന്തിപ്പുഴ.
ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വെച്ചാണ്? ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ ബി പൊന്നാനി. ഭാരതപ്പുഴ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ വെച്ചാണ് അറബിക്കടലിൽ പതിക്കുന്നത്. കേരളത്തിലെ നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് പമ്പ. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം ഓപ്ഷൻ ബി കുട്ടനാട്. കുട്ടനാടാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം. കേരളത്തിലെ നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് പമ്പ. പ്രസിദ്ധമായ തടി വ്യവസായ കേന്ദ്രമായ കല്ലായി ഏത് പുഴയുടെ തീരത്താണ്? പ്രസിദ്ധ തടി വ്യവസായ കേന്ദ്രമായ കല്ലായി ഏത് പുഴയുടെ തീരത്താണ്? ഓപ്ഷൻ എ ചാലിയാർ. പ്രസിദ്ധമായ തടി വ്യവസായ കേന്ദ്രമായ കല്ലായി ചാലിയാറിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏത് പുഴയുടെ തീരത്താണ് സ്വർണ്ണ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്? കേരളത്തിൽ ഏത് പുഴയുടെ തീരത്താണ് സ്വർണ്ണ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്? ഓപ്ഷൻ സി ചാലിയാർ. കേരളത്തിൽ ചാലിയാറിൻ്റെ തീരത്താണ് സ്വർണ്ണ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമായ കുറുവ ദ്വീപ് ഏത് നദിയുടെ തീരത്താണ്? പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമായ കുറുവ ദ്വീപ് ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി കബനി. പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമായ കുറുവ ദ്വീപ് കബനി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഉദ്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? കേരളത്തിൽ ഉദ്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഓപ്ഷൻ എ കബനി. കേരളത്തിൽ ഉദ്ഭവിച്ച് കർണാടകയിലേക്ക് നേരിട്ട് ഒഴുകുന്ന പ്രധാന നദി കബനി നദിയാണ്. ഭവാനി നദി പാലക്കാട് ജില്ലയിലൂടെ വടക്കോട്ടൊഴുകി തമിഴ്നാട്ടിലൂടെയാണ് കർണാടക അതിർത്തിയിലേക്ക് കടക്കുന്നത്. പാമ്പാർ ഇടുക്കി ജില്ലയിൽ നിന്ന് തമിഴ്നാട് വഴിയാണ് കർണാടക നദീതട വ്യൂഹത്തിലേക്ക് ചേരുന്നത്. പേരാർ, നിള, കേരളത്തിൻ്റെ നൈൽ, കേരളത്തിൻ്റെ ഗംഗ എന്നീ അപരനാമത്തിൽ അറിയപ്പെടുന്ന നദി. പേരാർ, നിള, കേരളത്തിൻ്റെ നൈൽ, കേരളത്തിൻ്റെ ഗംഗ എന്നീ അപരനാമത്തിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് പേരാർ, നിള, കേരളത്തിൻ്റെ നൈൽ, കേരളത്തിൻ്റെ ഗംഗ എന്നീ അപരനാമത്തിൽ അറിയപ്പെടുന്ന നദി. ബാരിസ്, ദക്ഷിണ ഭാഗീരഥി എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന നദി. തന്നിരിക്കുന്നവയിൽ ബാരിസ്, ദക്ഷിണ ഭാഗീരഥി എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ഓപ്ഷൻ സി പമ്പ. പമ്പ നദിയാണ് ബാരിസ്, ദക്ഷിണ ഭാഗീരഥി എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന നദി. കേരളത്തിൻ്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിൻ്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഓപ്ഷൻ ബി മയ്യഴിപ്പുഴ, മാഹിപ്പുഴ. മയ്യഴിപ്പുഴയാണ് കേരളത്തിൻ്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത്? കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി കുറ്റ്യാടിപ്പുഴ. കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിലെ മഞ്ഞ നദി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിരപ്പിള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത് എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏത് നദിയിലാണ്? അതിരപ്പിള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത് എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ചാലക്കുടിപ്പുഴ. ചാലക്കുടിപ്പുഴയിലാണ് അതിരപ്പിള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത് എന്നീ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. മറയൂർ കാടുകളിലൂടെയും ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? മറയൂർ കാടുകളിലൂടെയും ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെയും ഒഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ എ പാമ്പാർ. പാമ്പാർ നദിയാണ് മറയൂർ കാടുകളിലൂടെയും ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെയും ഒഴുകുന്ന നദി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.